എല്ലാ ദിവസവും ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഒരുപോലെ കഴിച്ചിരിക്കുന്നവർക്ക് ആ മടുപ്പൊക്കെ അങ്ങ് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ പരിചയപ്പെടുന്ന റെസിപ്പിയാണ് അവക്കാഡോയും ചിക്കനും ഉപയോഗിച്ച്. ഒരു അവക്കാഡോ കിട്ടിയാൽ കുറച്ച് ചിക്കനും കൂടെ വാങ്ങി ഈ പറയുന്ന റെസിപ്പി ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എനിക്ക് ഷനാസാണ് ഈ റെസിപ്പി പരിചയപ്പെടുത്തി തന്നത്. ഷനാസാണ് ആക്ച്വലി ഇത് ഫസ്റ്റായിട്ട് ഉണ്ടാക്കുന്നതും. നമ്മൾ ഒരു അവക്കാഡോ എടുക്കണം. നല്ലതുപോലെ പഴുത്ത അവക്കാഡോ ആണ് വേണ്ടത്. ഇതെൻ്റെ വയനാട്ടിൽ വീട്ടിലുണ്ടായ അവക്കാഡോ ആണ്. മരുന്നൊന്നും ഇടാത്ത, വളമൊന്നും അടിക്കാത്ത നല്ല ശുദ്ധമായ പഴുത്ത അവക്കാഡോ. നന്നായിട്ട് പഴുത്ത് തന്നെ എടുക്കണം. ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിലെയും പുറത്തെയും തൊലിയൊക്കെ റിമൂവ് ചെയ്ത് കളയുക. നല്ല പഴുത്ത അവക്കാഡോ ആയതുകൊണ്ട് തന്നെ തൊലി കണ്ടില്ല, കൈ കൊണ്ട് ഒന്ന് വലിച്ചെടുത്താൽ തന്നെ തൊലി ഇങ്ങ് പോരും. അല്ലെന്നുണ്ടെങ്കിൽ കത്തി കൊണ്ടൊക്കെ നമുക്ക് കളയാൻ പറ്റും. അതായത് അധികം പഴുക്കാത്ത അല്ലെങ്കിൽ ഇത്തിരി പച്ച ടേസ്റ്റൊക്കെ ഉള്ള അവക്കാഡോ ആണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം അത് ഭയങ്കര കയ്പ്പായിരിക്കും. ഇനി നമ്മളതോടെ മാറ്റി വെച്ചതിന് ശേഷം ചിക്കൻ്റെ ഒരു ബ്രസ്റ്റ് പീസാണ് എടുക്കുന്നത്. ഫുൾ പീസ് സെൻറ്ററിൽ കട്ട് ചെയ്ത് രണ്ടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് സൈഡിൽ റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കണം. അവക്കാഡോ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇഷ്ടമുള്ള വലുപ്പത്തിൽ നിങ്ങൾക്ക് അരിയാം, കാരണം ഇത് കൈകൊണ്ടൊന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലത്തെ ഒരു കൊഴുത്ത വീണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടും. മിക്സിയിലൊന്നും അല്ലെങ്കിലൊന്നും അങ്ങനത്തെ ബ്ലെൻഡ് ചെയ്യുന്ന സാധനങ്ങളിലൊന്നും ഇട്ട് അടിക്കരുത്. കൈകൊണ്ട് തന്നെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്കിതിൽ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് നാരങ്ങ. ഞാനൊരു 5 പീസ് നാരങ്ങയുടെ നീരാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഈ റോട്ടേസ്റ്റ് ഒരു കംപ്ലീറ്റ്ലി മാറി വരാൻ വേണ്ടിയിട്ട് നാരങ്ങ നീരും ബാക്കി സാധനങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഉപയോഗിക്കുന്നത് ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ സവാള ചെറുതായിട്ട് സാലഡിലൊക്കെ ഇടുന്ന പോലെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഒരു ടൊമാറ്റോ, അതും വളരെ ചെറുതാണ്. ഇങ്ങനെ ചെറിയ സ്ക്വയർ പീസിൽ കട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് നാരങ്ങ നീരും കുരുമുളകും ഒരു നുള്ളുപ്പും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. ഈ അവക്കാഡോവിന് റോ ടേസ്റ്റൊക്കെ മാറിയിട്ട് ഇത് ആക്ച്വലി അവക്കാഡോ തന്നെയാണ് നിങ്ങൾക്ക് കഴിക്കുമ്പോൾ ഡൗട്ട് തോന്നും. അത്രത്തോളം ഇതിന് ടേസ്റ്റിൽ വ്യത്യാസം വരും. ഇനി നമുക്ക് ഈ പണി കഴിഞ്ഞു കിട്ടും. ഇനി നമുക്ക് ഈ ബൗൾ ഒരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനകത്തേക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 വലിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കണം. ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ബട്ടർ വേണം. ഞാൻ 2 വലിയ പീസും പിന്നെ മൂന്നാമത്തെ ഒരു പീസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഒരുപോലെയുള്ള ഭാഗം ഒരുമിച്ച് ഫ്രൈ ചെയ്യാനാണ് നോക്കേണ്ടത്. പക്ഷേ എൻ്റെ കൈ പെട്ടെന്ന് സ്ലിപ്പായപ്പോൾ എനിക്ക് പിന്നെ അത് ബട്ടർ തെറിക്കുന്നുള്ള പേടി കൊണ്ട് ഞാൻ 2 ഡിഫറെൻറ്റ് സൈഡാണ് ഇട്ടിരിക്കുന്നത്. പക്ഷേ അത് നമ്മുടെ ചിക്കൻ്റെ വേവിനനുസരിച്ച് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്താൽ മതി. വളരെ ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ചിക്കൻ്റെ പുറംഭാഗം മാത്രം പെട്ടെന്ന് വെന്ത് കരിഞ്ഞു പോകും, ഉള്ളു വേവത്തില്ല. അപ്പം തീ കുറച്ച് വെച്ചതിന് ശേഷം ആവശ്യത്തിന് ബട്ടറൊക്കെ ഇട്ട് കൊടുത്ത് ഞാനൊരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ തൊലിയൊന്നും കളയണ്ട, ജസ്റ്റ് അതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമാണ് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉപ്പിൻ്റെ പുറമെ ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത് കുരുമുളകാണ്. നേരത്തെ പറഞ്ഞ പോലെ ക്രഷ് ചെയ്തിട്ടുള്ള കുരുമുളക് നല്ലതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ട് ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ മെൽറ്റായി വന്നിരിക്കുന്ന ബട്ടർ ചിക്കൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കുറച്ച് സ്പൂണിലിങ്ങനെ ഒഴിച്ചെടുക്കുമ്പോൾ ചിക്കൻ ബട്ടറിനെ നന്നായിട്ട് അബ്സോർബ് ചെയ്യും. കഴിഞ്ഞ പരിപാടി കണ്ടില്ലേ? ഇനി ചിക്കൻ എന്നത് ഇതുപോലെ നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു സൈസിൽ, എനിക്കൊരു ഈ ഒരു ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ്, ഞാൻ തീരെ ചെറുതല്ല, ഇതിലും ചെറുതായിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ ഈ അവക്കാഡോയും കൂടെ കൂട്ടി നമ്മളത് കഴിച്ച് നോക്കുക. അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇനിയും കൂടുതൽ വെറൈറ്റി വീഡിയോസായിട്ട് വരാം. ബൈ.